അതേണ്ട ആട്ടും കുട്ടികൾ ഇങ്ങനെ പോണ്. ആടിൻ്റെ അതേപോലെ നായി കിക്കണതില്. ഐസ് കാണിച്ചാൽ അതേട്ടാ ഐസാണത്. അവളെ ഇറക്കിങ്ങനെ തോടാ അതേട്ടാ അവമാതിരി ഐസ് ഏട്ടാ. ഓരോ ഇതേട്ടാ ഐസ്. ഹലോ മിഗോസ് കൊമേസ്താൻ. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ദാർച്ച എന്ന് പറഞ്ഞ സ്ഥലത്താണ് മക്കളെ. രണ്ട് ദിവസമല്ല, നമ്മളിപ്പോൾ ഏകദേശം നടന്നിട്ട് ഏകദേശം ഒരാഴ്ച ആയി. കറക്റ്റ് പറഞ്ഞാൽ 8 ദിവസമായി നമ്മൾ നടന്നിട്ട്. ബിക്കോസ് നല്ലൊരു പണി കിട്ടി. ഫുഡ് പോയ്സൺ അടിച്ച് എന്താ പറയുക, വയറുവേദനയൊക്കെ ആയിട്ട് ഒന്നിനും ഒരു എനർജി ഇല്ല, ഒരു സുഖമില്ല. അങ്ങനെ കിടന്നു ഒരാഴ്ച. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോഴും റെഡി ആയിട്ടൊന്നുമില്ല. നമ്മളിവിടെ അടുത്തുള്ള ഹെൽത്ത് സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി ഇതാ അവിടെയാണ് ആ കാണുന്ന സ്ഥലത്തൊരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട് ഗ്രാമത്തിൽ. അപ്പോൾ അവിടെ പോയി നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ച് കുടിച്ച് ഇപ്പോൾ കുഴപ്പമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വ്ളോഗ് അവസാനിപ്പിച്ചത് കിലോങ്ങിലെ മാർക്കറ്റ് കാണിച്ചിട്ടായിരുന്നു. ചെറിയൊരു വ്ളോഗായിരുന്നു അത്. അതിൻ്റെ ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വ്ളോഗ് എടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടവിട്ട് വരും. കാരണം ഓൾറെഡി പെൻഡിങ്ങിൽ കുറേ വ്ളോഗ്സ് ഉണ്ട് ഇതിൻ്റെ അടുത്ത്. അപ്പോൾ അതിങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കണം ഇപ്പോൾ ഞാൻ. യെസ്, അപ്പോൾ ഈ വീഡിയോ ഇനി എന്നാ വരാമെന്നറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. ആൻഡ് ഇന്ന് നമ്മൾ നടക്കാൻ പോകുന്നത് സിങ് പാർക്കാണ്. അവിടെ മുപ്പരക്കിട്ട് വ്ളോഗ് ചെയ്യണം, ഞാനിവിടുന്ന് അങ്ങോട്ട് വ്ളോഗ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ സിങ് പാർക്കാണ് നമ്മൾ പോണത്. അത് ഫുൾ നടക്കുവാറില്ല. സിങ് പാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾ മനസ്സിലൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. യെസ്, അങ്ങനെയൊക്കെയാണ്. മുഖം കണ്ടാൽ തന്നെ അറിയാം ക്ഷീണം കാര്യങ്ങളൊക്കെ മുഖത്തുണ്ട്. പക്ഷേ എനർജിക്ക് വല്ല കുറവൊന്നുമില്ല, മുഖത്ത് കാണുന്ന ക്ഷീണം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സിങ് പാറിലേക്ക് പോകാം. ഗൈസ്, നമുക്ക് ഒരു ഫോളോവറെ കിട്ടിയിട്ടുണ്ട്. आपका नाम क्या है? मेरा नाम सोनू शर्मा है. सोनू शर्मा, हाँ नाइस. यह मेरा यूट्यूब चैनल. अच्छा, बहुत अच्छा. बोला हाय. हाय, मैं हिमाचल प्रदेश व्लॉग्स से हूँ. अभी मनाली लेक दारचा में हूँ. हाँ ഓക്കെ. മുടി റെഡി ആവണിയടാ. ഇവിടെ വന്നിട്ട് ശാഖി അടങ്ങാറതാണ്. മുടി എന്താ പറയുക, മര്യാദക്ക് നിൽക്കണില്ല. അപ്പോൾ ഇവിടെ ചില ഇങ്ങനെ കട്ട പിടിച്ചൊക്കെ തണുത്തിട്ട് ഒരുമാതിരി വിഗ് വെച്ച പോലെ ഉണ്ട് മുടിയൊക്കെ. ഇപ്പോൾ ഗൈസ്, താർച്ചയിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നല്ല സൂര്യനൊക്കെ നല്ല കിടിലനായി ഉദിച്ചിട്ടുണ്ടെന്ന്. അല്ല, എന്ന് ഉദിക്കണ തന്നെയാണ്. നമ്മളിന്ന് നേരത്തെ ഇറങ്ങി, അതാണ് സംഭവം. ആൻഡ് അവിടെ കുറേ കൃഷി കാണുന്നു. അവിടെ വീടും കാര്യങ്ങളൊക്കെ ഗ്രാമം. അവിടെയാണ് ഹെൽത്ത് സെൻറ്റർ ഉണ്ട് അതിൻ്റെത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണേണ്ട വെച്ചാൽ ഇല്ല. യെസ് ഗൈസ്, പണ്ടാൽ ഓരോ വണ്ടിമേല് ഇത് ബാഗിൻ്റെ ഇത് പൊട്ടി, വള്ളി പൊട്ടി, ഇനി പൊത്തും കാട്ടാനില്ല. ഇവിടെ വേറെ സ്റ്റിച്ച് ഉണ്ടായിന്. അതുകൊണ്ട് ഇത് കൂട്ടി കെട്ടാൻ വേണ്ടി ഒറ്റ വേറെ ഇങ്ങനെയാണ് മുറുക്കി വലിച്ചതാണ്. അപ്പോൾ എന്താ കാട്ടി, ഇവിടെ ഉള്ള സ്റ്റിച്ചും അതോടക്കാണ് പൊട്ടി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇത് കൈക്ക് പിടിച്ച് നടക്കണം. വല്ലാത്തൊരിടങ്ങാറ്. വേറൊരു വീട് എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ സ്ട്രാപ്പും പൊട്ടിനുണ്ട്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നടക്കാമെന്ന് ആലോചിച്ചാണ്. ഇതന്നെ കൈക്ക് പിടിച്ച് നടക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഓരോ വണ്ടി മേലേ. ഇനി ഇത് നന്നാക്കണ സ്ഥലം ഇവിടെ കിട്ടുമെന്ന് തന്നെ അറിയില്ല. മണാലിയിലാണ് ഇതൊക്കെ ഉണ്ടാവല്. ഇവിടെ ഒന്നും ഒരു തേങ്ങയില്ല. ഇവിടെ ഞങ്ങൾക്ക് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എണ്ണ ഭക്ഷണം ഒഴിവാക്കുക, പാലുൽപ്പന്നങ്ങൾ ഒഴിവാക്കുക, പഴങ്ങൾ കൂടുതലായിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പഴമില്ല. ദർച്ച പറഞ്ഞ സ്ഥലത്ത് ഒരു പച്ചക്കറി കട പോലും ഇല്ല. ഇവിടെ ആലോചിച്ച് നോക്കി, ഇവിടെ ഒരു പച്ചക്കറി കട പോലും ഇല്ല. ഇവർക്ക് ഇവിടെ നിന്ന് പച്ചക്കറി വാങ്ങണമെങ്കിൽ 9 കിലോമീറ്റർ അപ്പുറത്തുള്ള ജിസ്പേയിൽ പോയിട്ട് വേണം പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ച് വരാൻ. ഇങ്ങോട്ട് ഞങ്ങളെ 9 കിലോമീറ്റർ ഉള്ള അപ്പുറത്ത് ജിസ്പേയിൽ ലിഫ്റ്റ് അടിച്ച് പോയി. ഇതൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് വന്നില്ലേന്. അതാണ് വീഡിയോ എടുക്കാനത്. ഇങ്ങോട്ട് ജിസ്പേയിൽ പോയി ജിസ്പേയിൽ നിന്ന് പച്ചക്കറി വാങ്ങിയിട്ട് അതേപോലെ 9 കിലോമീറ്റർ ഇങ്ങോട്ട് ലിഫ്റ്റ് അടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ, ജിസ്പേയിൽ സലൂണ് വെച്ചപ്പോൾ സലൂണും ഇല്ല. അത് കിലോങ്ങ് പോയിക്കാണ്ട് വെട്ടണമെന്ന്. കിലോങ്ങ് ഇവിടെ നിന്ന് ഏകദേശം 70 കിലോമീറ്ററുണ്ട്.
അപ്പോൾ ആലോചിച്ച് ഇവിടുത്തെ ആൾക്കാരൊക്കെ മുടി വെട്ടണമെങ്കിൽ കിലോങ്ങ് പോകണം, 10-20 കിലോമീറ്റർ പോകണം. എൻ്റെ പെരിയിലൊക്കെ എൻ്റെ പെരിയിൽ നിന്ന് അങ്ങോട്ട് അങ്ങാടിക്ക് ഇറങ്ങിയാൽ ഏകദേശം 10 കടയെങ്കിലും ഉണ്ടാവും, മുടി വെട്ടണ കട 10 കട ഉണ്ടാവും. കാര്യത്ത് പോരെ അത്രയും കടകളുണ്ട്. ഇവിടെ പോയി മുടി വെട്ടണമെങ്കിൽ കിലോങ്ങ് വരെ പോകണം, അതും 100 കിലോമീറ്റർ അപ്പുറത്ത് പോകണം. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി ഇത് ഉന്നണ കടഞ്ഞ് എത്ര കിലോമീറ്റർ പോയാൽ കാണാമെന്ന് പഠിച്ചവനറിയാം. ഗൈസ് ഇതേണ്ട ചെമ്പ് കമ്പി എന്തോ കമ്പി കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് സെറ്റപ്പാക്കി. ഹിമാചലിലെ ലോങ്ങസ്റ്റ് ബ്രിഡ്ജാണ് ഈ കാണുന്നത് ഗൈസ്. കണ്ടോ ഇവിടെ അങ്ങനെയുള്ള വ്യൂ. നമ്മളെന്താ വെച്ചാൽ സിംഗ് പാർക്ക് ലിഫ്റ്റ് കയറാൻ എന്നാണ് ആലോചിക്കുന്നത്. ഒന്നാമത് നമ്മുടെ ഹെൽത്ത് അത്ര ഓക്കെ അല്ല, എന്നാൽ ഇന്നലത്തേക്കാൾ അപേക്ഷിച്ച് നോക്കിയാണ്. അപ്പോൾ പിന്നെ അതുപോലെ നമുക്ക് ഈ സിംഗ് പാർ എത്തിയതിൻ്റെ ശേഷം പിന്നെ ഒരു പാസ് കയറാണ്ട്, പേര് ഞാൻ മറന്നു, ഒരു കിട്ടാത്ത പേരാ. അപ്പോൾ ആ പാസ് എന്തായാലും നടന്ന് കയറണം. പാസ് നമ്മൾ എന്തായാലും നടന്ന് കയറണം, അതങ്ങനെ തന്നെയാണ്. അപ്പോൾ പാസ് കയറണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നിൽക്കണം. അപ്പോൾ സിംഗ് പാർക്ക് ഏകദേശം 21 കിലോമീറ്റർ ഉണ്ട്. അതിലിപ്പോൾ 2 കിലോമീറ്റർ നമ്മൾ നടന്നിട്ടുണ്ടാവും. ഇവിടുന്ന് അങ്ങോട്ട് സംഭവം ഇത്ര അങ്ങോട്ട് ദൂരമുള്ളൂ, പക്ഷേ ഇതിങ്ങനെ വളഞ്ഞു വരുമ്പോൾ ഏകദേശം 1-2 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ സിംഗ് പാർക്ക് നമ്മൾ ലിഫ്റ്റ് അടിച്ചതിന് ശേഷം സിംഗ് പാറിന്ന് ആ പാസ് ഒരു 22 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതെന്തായാലും നടന്ന് കയറാനുള്ള പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ലോറി വരുന്നത് കണ്ടു. ഇനിയിപ്പോൾ ആ ലോറി ഇവിടെ നിർത്തുമോ എന്നുള്ള ഇതിലിങ്ങനെ നിൽക്കുകയാണ്, കൈ കാണിച്ചാൽ നിർത്തോളം എന്നുള്ളതിൽ. നമ്മൾ കുറേ ലോറി കൈ കാണിച്ച് ഒന്നും നിർത്തിയില്ല, തെണ്ടികൾ ഒക്കെ നിർത്താതെ പോയി. ഇനി ഇത് നിർത്തുമെന്ന് അറിയില്ല. നിർത്തിയില്ലെങ്കിൽ നമ്മളിങ്ങനെ നടക്കും. നമ്മൾ അവിടെ നിന്നാണ്, അവിടെ നിന്നാണ് കുറേ കൈ കാണിച്ചു, അവിടെ ആരും നിർത്തിയില്ല. പിന്നെ ഇങ്ങനെ നടന്ന് ഇങ്ങോട്ടെത്തി. ഇനി ഇവിടെ ആ ലോറി കൈ കാണിച്ച് നോക്കട്ടെ, അങ്ങനെ നിർത്തില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് മേൽക്ക് പോകും. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. ഈ ലോറി അതാ പോകുന്നു. എല്ലാവരും പറഞ്ഞ ഒരേ കാര്യം തന്നെ, ഇവിടെ വരെയുള്ളൂ ഇവിടെ വരെയുള്ളൂ. അപ്പോൾ നാട്ടിലായാലോകത്തിനാണല്ലോ ഇവിടെ വരെയുള്ളൂ, നമ്മളിവിടെ വരെ തന്നെ ഉള്ളൂ. കണ്ടാരോ ഇനിയിപ്പോൾ എന്തായാലും നടക്കാതെ തന്നെ ലക്ഷ്യമുള്ളൂ. നമ്മളാണ്ട പടര പാലം ഇത് എത്ര നടന്നിട്ട് ഇത് കഴിയണില്ല. അത് അങ്ങനെ നടന്നാലും നമ്മൾ ലാസ്റ്റ് പാലം കാണും. നമ്മൾ കുറേ നടന്നു തോന്നുന്നു, നടന്ന് 4 റൗണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കാണാം പാലം, പിന്നെ അടിക്കൊക്കെ പിന്നെയും കാണും പാലം. ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ, കിട്ടില്ല സ്ഥലം. പക്ഷെ നമ്മൾ വന്നതിന് ശേഷം ഇപ്പോഴാണ് ആസ്വദിക്കാൻ പറ്റിയത്. ആസ്വദിച്ച് വന്നപ്പോൾ പെരും വെയില ഈ പണ്ടേരോ. എന്താ പാട്ടൊക്കെ കേട്ട് അങ്ങനെ പോണേ. ബൈ ദ ബൈ നമ്മളെ ഹെഡ്സെറ്റ് പൊട്ടി. അത് ഇതീ പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം ഇൻസ്റ്റഗ്രാമിൽ ഇതിനകത്ത് കുറേ മനുഷ്യന്മാർ എന്നിട്ട് എടാ ഹെഡ്സെറ്റ് ഒന്ന് മാറ്റി വെക്കടാ, ഹെഡ്സെറ്റ് ഒന്ന് മാറ്റി വെക്കടാ. കാരണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അറിയില്ല, എൻ്റെ ഹെഡ്സെറ്റ് ഒരു ഭാഗം പൊട്ടിയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കിയേനെ. പക്ഷേ വർക്കിംഗ് ആയിരുന്നു, അപ്പോൾ അത് പൊട്ടി. അപ്പോൾ എയർപോഡ് എടുത്ത് പാട്ട് ചെയ്യാൻ നമുക്ക് നടക്കാൻ ഒരു കുമ്പുണ്ടാവില്ല. ഞാൻ പെരിയിൽ തന്നെ എയർപോഡും ഹെഡ്സെറ്റും എടുത്തായിരുന്നു. ഒരു ഹെഡ്സെറ്റ് കൂടി എടുക്കാൻ വിചാരിച്ചേനു, പക്ഷെ അതും പൊട്ടി കിടക്കുക. അതുകൊണ്ട് ഈ നെല്ലുമാടി ഏറ്റണ്ടല്ലോ വെച്ചിട്ട് അയ്യോ കുഴങ്ങി. കുറച്ചങ്ങോട്ട് വർത്താനം പറയുമ്പോൾ തന്നെ കുഴങ്ങാണ്. ഗൈസ് ഫസ്റ്റ് ടൈം ചങ്ങായിക്ക് നടക്കാൻ എണിയല്ലോ, ഒരു ആരോഗ്യമില്ല. ഞാൻ പറഞ്ഞാല് ലൈൻ കട്ട് ഞാൻ പറയണം എന്താ ഉണ്ടായതെന്ന്. ഗൈസ് നമ്മളിതാ റെസ്റ്റ് എടുക്കുകയാണ്. പായ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നു. ഭയങ്കര വെയില്. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കാലുമൊക്കെ ഉണ്ടല്ല കുത്തണ വെയിൽ, അങ്ങോട്ട് ഇങ്ങനെ ഉള്ളിൽ കയറി പോവാ വെയിൽ. ഈ അമ്മാതിരി വെയില പണ്ടാരോ. ഈ ഫുഡ് പോയിസൺ അടിച്ച് 4 ദിവസം റെസ്റ്റായി, അതാണ് സ്റ്റാമിന മുഴുവൻ പോയി. നടക്കുമ്പോൾ ഇരിക്കാൻ തോന്നുന്നു. പക്ഷെ എനിക്കുണ്ട് കേട്ടാ, ഞാൻ നടക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ ചങ്ങാതി എവിടെ തലയിറങ്ങി വീണാ പിന്നത്തെ കാട്ടി വെച്ചിട്ടാണ്. മിന്നാന്നത്തെ സിറ്റുവേഷൻ അല്ല ഇപ്പോ, ഞാൻ ഓക്കെ ആയിക്കണോ. അതാണ് പ്രശ്നം, രണ്ടാളും സിറ്റുവേഷൻ ഓക്കെ ആണ്, അല്ലെങ്കിൽ ശരിയാവില്ല. ആരെങ്കിലും ഒരാൾ തലയിറങ്ങി വീണ് പോയാൽ മറ്റാൾക്ക് അറിയില്ലല്ലോ. അതാണ് ഉണ്ടായത്. നേരം കാലൊക്കെ ഉണ്ട് ഇത് തുടങ്ങണമെങ്കിൽ. പായൊക്കെ തിന്നിങ്ങനെ ഇരിക്കാം നട്ടപ്പോൾ ഒരു വെയിലത്ത്. ഒന്ന് കഴിയാൻ ചോദിക്കി, ചിലപ്പോൾ നിർത്തും. ബായ് എവിടെ ലോറി എടുത്തണുള്ളൂ. ബായ് പണ്ടാരോ
നമ്മള് ലിഫ്റ്റ് ചോദിച്ചാൽ വേണ്ടിട്ട് ഇങ്ങനെ ആക്കിയത് ഭയങ്കര വീഡിയോ എടുക്കാണ് അയ്യോ ഒരവസ്ഥ. ഓ നിർത്തി തരുന്നിട്ട് അങ്ങനത്തെ ഒരാളായിരുന്നേ. അങ്ങനത്തെ ഒരാളേനു ബായ് വിചാരിച്ചിങ്ങനെ തരും. നമ്മളിങ്ങനെ ആക്കിയപ്പോ ബായ് ഇങ്ങനെ ആക്കിയത്, നമ്മള് ലിഫ്റ്റ് കാണിച്ചാണ്ട് ഇങ്ങനെ ആക്കിയത് ബായ്. അപ്പൊ ഇങ്ങനെ അവിടുത്തെ അവസ്ഥ. വൈബുള്ള ആളായിരുന്നു കിട്ടാ. കിട്ടിയതിന് ആക്കിയാൽ പോവേ നല്ല കിടിയ ലോറേനു. അടുത്ത 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 അത് ഞാൻ അങ്ങനെ ആക്കലിട്ട ഗുഡ് കാണിച്ചിട്ട് ഞാൻ അയാളും അങ്ങനെ ആക്കും. മൈൻഡാക്കി പോലില്ല. പായ നിന്നാപ്പോ നടക്കുള്ളൂ. പിന്നെ കാണണ്ട ഞങ്ങൾക്ക് കറുത്തിട്ടൊക്കെ കണ്ടില്ല. വെയില് ഇവിടുന്ന് അവിടുന്ന് വേണം അടിക്കണത്. അപ്പുറത്ത് കാടാണ് കേട്ടോ, അതാണ് അങ്ങനെ ഇറങ്ങുന്നത്. രണ്ടെണ്ണം 3 എന്നാ ഉഷാറായിക്കോളാം. അതെങ്ങനെ അതാ പത്താനായി ബായ്. ഇവിടെ അങ്ങോട്ട് ഇരുന്ന് ഉറച്ചു പോയി നീച്ചാൻ വെച്ച. പത്താനായി പറഞ്ഞാ എനിക്കറിയില്ല എന്നല്ലേ അല്ലേ? പക്ഷെ ഉദ്ദേശിച്ച അതാണ്. ഇങ്ങനെ ആണല്ലോ ഹിന്ദി പഠിച്ചാ. ഇപ്പൊ ഞാൻ വരട്ടെ ഓക്കെ. ഇപ്പൊ ഞാൻ വരട്ടെ. ഞാൻ അങ്ങനെ പത്താനായി പറഞ്ഞു. അതുകൊണ്ട് എന്താ അവിടെ ആ തെറ്റ് തിരുത്തപ്പെട്ടു, ശരിക്ക് കിട്ടി. മനസ്സിലായ? നേരെ മറിച്ച് ഞാൻ അവിടെ വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അവിടെ എന്താ ഉണ്ടാവില്ല. എനിക്ക് വാക്ക് പഠിക്കാൻ പറ്റില്ല. കുഴപ്പമില്ലാന്നല്ലെങ്കിൽ പത്താനായി നേരം അല്ലല്ലേ? പത്താനായി പറഞ്ഞ എന്താ? ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് മാനേജ് ചെയ്യാൻ പറ്റില്ല. എനിക്കറിയില്ല. പ്രശ്നമില്ല. കുഴപ്പമില്ലാന്നല്ലേ മുഷ്കിലായി. അപ്പൊ കിട്ടിയില്ലേ സാധനം കിട്ടിയ. അത് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഇവരായിട്ട് സംസാരിക്കാനല്ലേ? മുഷ്കിലായി പത്താനായി പഠിച്ചു. എന്താ നമ്മളിവിടെ ലോറി കിട്ടാൻ നമ്മൾ നീച്ചൂല. അങ്ങനെ ഒരു സമരത്തിൽ നിൽക്കാണ്. കറക്റ്റ് ഞാൻ ഇരുന്ന പൊസിഷൻ എന്ന് പറഞ്ഞല്ലോ, കറക്റ്റ് കിട്ടിലും പൊസിഷനാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ഇതുണ്ട്, ഇതിമ്മ കാല് വെക്കാം. അപ്പോൾ ആ ലെഗ് റെസ്റ്റ് ആയി. പിന്നെ ബാഗ് ആണെങ്കിൽ കറക്റ്റ് ചെരുവിലാണ് നിൽക്കണത്. അപ്പോൾ അങ്ങനെ നല്ല കിടിലിനായിട്ട് ചാടിയിരിക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ ഇരുന്ന പൊസിഷൻ കറക്റ്റായി. അവിടെ ഇനി നീച്ചാൻ വെച്ചേക്ക് ലിഫ്റ്റ് വിളിച്ചാണ്ടി കേട്ടോ. സെർച്ച് വരെ കയറി ഉടായിപ്പാണ് കേട്ടോ സംഭവം. 1500 കിലോമീറ്റർ നടക്കാന്നൊക്കെ പറഞ്ഞിട്ടേ വണ്ടി കയറില്ല പടി. വെറുതെ അറിയില്ല കേട്ടോ. അല്ല എന്താ പറയുക, സത്യം പറഞ്ഞാൽ നമ്മൾ കുറെ നടന്നു കേട്ടോ. എന്തായാലും വണ്ടി കയറിനേക്കാളും കൂടുതൽ നമ്മൾ നടന്നു. പിന്നെ നമ്മൾ ഒന്നാമത് അറിയണത് നമ്മൾ നടക്കണേക്കാൾ ഉപരി നമ്മളെ ഹെൽത്തും പിന്നെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖമാണ് നോക്കേണ്ടത്. കഷ്ടപ്പെട്ട് ഇത് എന്താ പറയുക, ഇത് നടന്ന് കയറി വെച്ചിട്ട് ഇപ്പോൾ സ്വർഗത്തേക്കൊന്നും ടിക്കറ്റ് കിട്ടൂലല്ലോ. അതുകൊണ്ട് നമുക്ക് നടക്കാൻ വെച്ചാന്ന് തോന്നിയാൽ നമുക്ക് ലോറിക്ക് കൈ ആട്ടും കയറും, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇതുവരെ ഇപ്പോൾ നമ്മൾ ഏകദേശം 500 കിലോമീറ്ററിന് അടുത്തോളം കവർ ചെയ്തു. അതിലും നമ്മൾ 400 അങ്ങനെ തന്നെ 400 കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടാണ് കയറിയത്. 100 കിലോമീറ്ററൊക്കെ ആവുള്ളൂ ചിലപ്പോൾ വണ്ടി വിളിച്ച് കയറിയത്. ഗൈസ് ഈ സ്ഥലം നോക്കിയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, പണ്ട് നോട്ട് ബുക്കിലൊക്കെ വരയ്ക്കുമല്ലോ, 2 സൈഡ് മല, ഇങ്ങനെ ഒരു പുഴയൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നു, ഒരു സൈഡിൽ പെര, അങ്ങനെ അതേക്കെ പോലത്തെ ഒരു സ്ഥലം. ഇവിടെ നിന്നാ കാണുന്ന വ്യൂ ഉണ്ടാ, മുമ്പിൽ മഞ്ഞുമല, അതിൽ കൂടെ ഇങ്ങനെ ഒലിച്ച് വരുന്ന മഞ്ഞ് ഉരുകി ഒലിച്ച് വരുന്ന ഇങ്ങനെ വെള്ളം. ഇവിടെ ഒരു ഗ്രാമം, ഇതിൽ കൂടെ വേറെ വെള്ളം ഇങ്ങനെ പോകുന്നു. ഇവിടെ കൃഷി, അതെന്താ കല്ല് കൂട്ടിയിട്ടതാ അങ്ങനെ എന്തോ. ഞാൻ നോക്കിയാൽ ഭയങ്കര രസമല്ലേ. എൻ്റെ കിട്ടില്ല സ്ഥലം. ഇപ്പോൾ വെയിലൊക്കെ പോയി സെറ്റായി. അത് നേരത്തെ നല്ല വെയിലേന്, ഇപ്പോൾ വെയിലൊക്കെ കുറഞ്ഞു. കിട്ടി ഗൈസ് അപ്പോൾ ലോറി കിട്ടി. മുമ്പ് വരാൻ പറഞ്ഞു, മുമ്പേക്ക് നിർത്താൻ ഒരു സ്ഥലമില്ല. എന്നിട്ട് മണ്ടാനും കഴിയാ പണ്ടാരും. അയ്യോ നിർത്തി ശരിയാ. തുറക്കുക സീസ് മോനാ റോൾസ് റോയ്സിൻ്റെ വാതില്. അല്ല ഈ വണ്ടിയിലെ കുറേ വിചാരിച്ചു കയറണം ഇന്ന് സാധിച്ചു. കയറാൻ സ്ഥലം ഉണ്ടാകുമോ?
എന്താ ലോറി കയറാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഇടങ്ങാറാ. വെയിലൊക്കെ ഉണ്ടാക്കാതെ ടാൻ അടിച്ച്. നല്ല ടയറ് രണ്ടാളും. നമ്മള് കൊറേ വണ്ടി കൈ കാണിച്ചു. ലാസ്റ്റ് നമുക്കൊരു ബായി നിർത്തി തന്നിട്ട്. ആ ബായി आपका नाम? रामलाल. रामलाल कहाँ से? सुंदरनगर डिस्ट्रिक्ट मंडी. मंडी मंडी ഹിമാചൽ തന്നെയാണ് ആള്. ഹിമാചൽ തന്നെയാണ്, മണ്ടിയിലാണ് ആളെ സ്ഥലം. നമുക്ക് എന്താ പറയാ, അത്രയും ടയേർഡ് രണ്ടാളെന്ന്. അപ്പോൾ നമുക്ക് ബായി ലിഫ്റ്റ് വന്നു കിട്ടാം. താങ്ക് യു ബായി. ഈ വണ്ടി നമുക്ക് ഇതുവരെ ലിഫ്റ്റ് കിട്ടിയിട്ട് ചെയ്യാൻ. വേറെ കുറെ ലോറി കിട്ടിയത് നമുക്ക്, പക്ഷേ ഈ ലോറി ഇതുവരെയായിട്ട് കിട്ടിയിട്ട് ചെയ്യാൻ. ഈ ലോറി കിട്ടില്ല ലോറി, മറ്റേ രാജസ്ഥാൻ ടൈപ്പ് ലോറി. ഏതാ സ്പേസ് ഉണ്ട്, എല്ലാ സ്പേസിൽ മൊത്തം പുല്ല് ഇതൊക്കെ വെച്ചിട്ട്. അല്ലാ വാട്ടർ ക്രോസിംഗ്. ഇതിലെത്താ ഒരു വൈബ് യാത്ര ചെയ്ത് പോകാൻ. ചെറിയ വാട്ടർ ക്രോസിംഗ്. പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര രസം. ചെറിയ മയം പെയ്യുന്നുണ്ട്. അതേണ്ട ആട്ടും കുട്ടികൾ ഇങ്ങനെ പോണേ. ആടിന് അതേപോലെ നായി കിക്കണ അതില്. ഹായ് കേട്ടില്ല. ശരിക്കും പറഞ്ഞ ചാടിയില്ല. വേറെ അമ്മ ചൂടാ ഇവിടെ. വ്യൂ നോക്കിയാണ് മക്കളെ. ഏറ്റവും ഡേഞ്ചർ സാധനം വരുന്നത് ഗൈസ്, വർലാച്ച 21 കിലോമീറ്റർ, തങ്ലിംഗില 196 കിലോമീറ്റർ. ഈ തങ്ലിംഗിലാണ് എന്താ പറയുക 17,000 ഫീറ്റ് ഉയരത്തിലുള്ളത്. ആൻഡ് നമ്മൾ പാസ് വണ്ടിയിൽ തന്നെ കയറാമെന്ന് വിചാരിച്ചു ഗൈസ്. ബിക്കോസ് ഭയങ്കര രസത്തിലിരുന്ന് ഇങ്ങനെ പോവാൻ. ജസ്റ്റിൻ്റെ മാത്രമല്ല, അന്നെന്താ പറയുക, നമുക്ക് ഇന്നലത്തെ ആ ഇത് വിട്ടിട്ടില്ല. പിന്നെ നമ്മളൊന്ന് താഴേക്ക് ഇറങ്ങി പിന്നെ റെസ്റ്റ് ചെയ്യണം. നടക്കുമ്പോൾ തന്നെ തളർച്ച ഉള്ളിൽ. അപ്പോൾ ഇത് ഏതായാലും സെർച്ച് വരെ മുമ്പേ കിട്ടിയതുകൊണ്ട് വരെ പോവാണ്. നമ്മൾ സെർച്ചിൽ നിൽക്കും. സെർച്ചിൽ പിന്നെ കട്ടാലും ടെൻ്റ് അടിക്കും. പിന്നെ 4 പാസ് ഈ റൂട്ടിൽ തന്നെ കയറാം. ആഗ്രഹം ഇത് ലിഫ്റ്റ് അടിച്ചാലും പാസുകൾ നടന്ന് കയറണം എന്നായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യം വയ്യ. അതെ, നമ്മൾ പിന്നെ ഇത് ആരെങ്കിലും റെക്കോർഡിന് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ ഇപ്പോൾ. നമ്മുടെ ശരീരം കൊണ്ട് പറ്റാൻ നമ്മളെന്ത് ചെയ്യും? പിന്നെ കഷ്ടപ്പെട്ട് യാത്രയേക്കാളും ഉപരി ഇഷ്ടപ്പെട്ട് യാത്ര ചെയ്യാണല്ലോ. ഇത് ഭയങ്കര രസമാണ്. അപ്പോൾ നടന്ന് പോണേക്കാളും പാസ് ഇങ്ങനെ കയറണോ ഒന്നുകൂടി രസം. പിന്നെ ഇപ്പം എന്തായാലും മുപ്പര് ഇവിടെ വരെ പോവാണ്. അപ്പോൾ ഇവിടെ സൈഡാക്കിക്കണം. അടച്ചോരെ എഴുതി ഇറങ്ങാൻ അതിനായിട്ട് വലിയ ഇറങ്ങാറാണ്. ഞാൻ മറ്റ ചാട്ടം അടിക്കും കേട്ടാ. ഇവിടെ കുറച്ചു നേരം അതേപോലെ ഇറങ്ങിയത് മറ്റേ കിട്ടില്ല സ്ഥലം വേണ്ട. മുപ്പര കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ നിർത്തിയതാണ് ഇവിടെ. ഏതാ വൈബ് എന്നറിയാം. ലോറി നോക്കി നല്ല വീശൊക്കെ വെച്ച് ഹിമാചൽ പ്രദേശ് രജിസ്ട്രേഷൻ വണ്ടി. എന്താ രസം ഈ ലോറിയിലെ വണ്ടി. എന്താ പറയുക, യാത്ര ചെയ്യാൻ ഭയങ്കര രസം. നല്ല തണുത്ത കാറ്റ്. മുടിയൊക്കെ ഉണ്ട് ആകെ പിരാന്തന്മാർ പോലെ അയക്കണ പോലെ. പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യം. ഇവിടുത്തെ വെയിലും അതൊക്കെ എങ്ങനെയാണ്. ഇവിടുത്തെ ആ ചെറിയ തണുപ്പും ബാക്കി മഞ്ഞുമലയും അങ്ങനെയൊക്കെ ആയിട്ട് കിടില സ്ഥലം. ഞാൻ ഇവിടെ ഓടിയൊന്ന് മൂത്രമൊക്കെ മുള്ളാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതപ്പോൾ ഇതിനെ മേൽക്കാണ് നമ്മൾ പോകാനുള്ളത്. വർലാച്ച പാസ് സ്റ്റാർട്ട് ചെയ്തു.
Jing bar. ये Jing bar. ये सिंह बार ഇത് Jing bar. അവിടെ Snow. Paralacha. ബാർലാച്ച ये और ഓക്കെ അതാണ് ബാർലാച്ച പാസ്. അങ്ങോട്ടാണ് നമ്മൾ എത്താനുള്ളത്. ഇതൊക്കെ കയറി ഞാൻ അങ്ങോട്ട് എത്തണം. ഏറ്റവും കിട്ടില്ല ഇക്കറിയില്ല ലോറി യാത്ര കയ്യരുത് അതിൻ്റെ ഒരു മനസ്സിലായി. കാരണം അച്ചാതി വൈബണോ എന്ത് രസമാണ് അത്. ഇങ്ങനത്തെ ഒരു പാണ്ടി ലോറി പണ്ട് മുതലുള്ള ആഗ്രഹമാണ്. പണ്ട് കുറേ ആൾക്കാർക്കുള്ള ആഗ്രഹം ഇങ്ങനത്തെ ലോറിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാന്നുള്ളത്. ഇന്നാണ് ഇപ്പോൾ കറക്റ്റ് സാധിച്ചത്. ലോറിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനത്തെ ലോറിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഒരു യാത്ര അതിന് പറഞ്ഞത് അത് ഇങ്ങനത്തെ ലോറി. സാധാരണ നമ്മൾ കുറെ ലോറി ഉണ്ട്. ഭാരത് ബെൻസിൽ ആ ടോറസിലൊക്കെ കയറി ഈ വൈബ് കിട്ടിയില്ല. ലോറി കാണാൻ തരുന്ന ലുക്ക് കിട്ടില്ല ലോറി. ഗായ്സ് അങ്ങനെ യാത്ര വീണ്ടും ആരംഭിച്ചു. 1 മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് എടുത്ത് എന്നിട്ട് വീണ്ടും ആരംഭിച്ചു ഗൈസ്. ഇനി നേരെ സർച്ചുയിലേക്ക്. കാഴ്ചകൾ ആസ്വദിക്കുന്ന പ്രമുഖ വ്ളോഗർ സഫ്തർ ഇന്ന് ഇറങ്ങുക. അങ്ങനെ ഗൈസ് നമ്മൾ ബാർലാച്ച പാസ് നമ്മൾ കയറി ടോപ്പെത്തി. നമ്മളിപ്പോൾ ടോപ്പിലാണ് നിൽക്കണത്. വേണ്ട ഐസൊക്കെ കണ്ട അത്രയും അടുത്തെത്തി നമ്മള്. ഇത് പുതിയ റോഡ്. നമ്മള് പോണ ബൈക്കിലൊക്കെ ഇവിടെ ഐസ് കട്ടൊക്കെ ഇങ്ങനെ ഉണ്ടേനോ ആ ഭാഗത്ത് തന്നെ കൂടുതലുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാലിപ്പോൾ വീഡിയോ എടുക്കണം എന്നുണ്ട്, ഇത് കാഴ്ചകൾ കാണണം എന്നുണ്ട്, പാട്ട് കേൾക്കണം എന്നുണ്ട്, ഉറങ്ങണം എന്നുണ്ട്, അങ്ങനെ എല്ലാം പാട്ടൊക്കെ ഉണ്ടാക്കാൻ ഒരു ഇതിൽ നിൽക്കണം. ഇപ്പോൾ ഉറക്കം വന്നിട്ടാണ് ഈ വയ്യ. കാറ്റൊക്കെ തട്ടിയിട്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഉറക്കം വന്നിട്ടേ. മല കണ്ടാ അത്രയും അടുത്തെത്തി. കേട്ടാ അതേണ്ടാ അത്രയും അടുത്തെത്തി. നമ്മള് എവിടുന്ന് കാണാൻ തുടങ്ങിയതാ. ഇതണ്ടാ ഐസാണ് കണ്ടത്. ഫുൾ ഐസ്. നടന്ന ഐസെത്തി. ഇതൊക്കെ കണ്ടാ നമുക്ക് അവിടെ വരെ പോകാൻ പറ്റും നടന്നതാണെങ്കിൽ. ഗൈസ് എന്ത് നല്ല ലോറി ഡ്രൈവറാണെന്നറിയോ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തണ വെച്ചു ഞങ്ങളോട്. ആന്ന് പറഞ്ഞു വേണ്ടാ എൻ്റെ മോനെ വിഷയോ ഐസൊക്കെ കണ്ടാ. അവിടെ ലോറിയിലില്ലെങ്കിൽ നമ്മളൊന്നും എത്തൂര് സത്യം പറഞ്ഞാല്. പക്ഷേ നടന്നു വരികയാണെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ അത്രയും നടന്ന് കാണാൻ നമുക്ക് ഇപ്പം അത് പറ്റില്ല എന്നുള്ളൂ. വേണ്ടാ 16,040 ഫീറ്റ് ഉയരത്തിലാണ് ബാർലാച്ച പാസ്. ഐസൊക്കെ കണ്ട ഐസ് കണ്ട അത്രയ്ക്ക് നമ്മളിങ്ങനെ പോയാട്ടാ ഐസിന് അവിടെ നടന്നെത്താൻ പറ്റും. പക്ഷെ നമ്മള് ലോറി വന്ന നേരത്തെ മൂപ്പർക്ക് അത് നമ്മള് നമ്മള് വെറുതെ ടൈം വേയിപ്പിച്ചിട്ടുണ്ടല്ലോ വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് നടക്കാത്തത്. ഇനി നമ്മള് നടന്നു പോയി നമ്മളെ ലോറി ഡ്രൈവർ മൂപ്പരെ ഫോട്ടോ എടുത്ത് നമ്മളിതിൽ ഫോട്ടോ എടുത്ത് ചോദിച്ചാണ്. ഒരു ഇതൊക്കെ തോന്നുന്നു ആദ്യം ആസ്വദിക്കണോ. നമ്മൾ ഓവർ നമുക്ക് ഇവിടെ സംസാരിക്കാനോ ചാടി കളിക്കാനോ ഒന്നും പറ്റില്ല. നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ പറ്റില്ല പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൻ പ്രശ്നമാവും. എന്നുവെച്ചാൽ നമുക്ക് തളർച്ച വരും, എന്താ പറയുക തലവേദന വരും, അങ്ങനെ പല വിഷയങ്ങളും വരും. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ നിൽക്കണം നമ്മളിപ്പോൾ. നമ്മൾ ഓവർ നമുക്ക് ഇവിടെ സംസാരിക്കാനോ ചാടി കളിക്കാനോ ഒന്നും പറ്റില്ല. നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ പറ്റില്ല പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൻ പ്രശ്നമാവും. എന്നുവെച്ചാൽ നമുക്ക് തളർച്ച വരും, എന്താ പറയുക തലവേദന വരും, അങ്ങനെ പല വിഷയങ്ങളും വരും. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ നിൽക്കണം നമ്മളിപ്പോൾ. ഗൈസ് ഐസ് കാണിച്ചാൽ അതാണ്ടാ ഐസാണിത്. അവളെ ഇറക്കി ഇങ്ങനെ തോട അതാണ്ടാ അവമാതിരി ഐസ് ഏട്ടാ. എൻ്റെ ഒരു ഐസ് ആരാ പറ്റിട്ടോ. അങ്ങനത്തെ ഐസാണ്. ഇറങ്ങിട്ട് ഇറങ്ങി തൊട്ട് മാന്ത്രാന്റെ മേലെ കൂടി ചെങ്ങായി വണ്ടി എടുത്ത് തരാറ് ഐസ് നോക്കിക്കാ. കുണ്ടിക്ക് ചാടല്ല ആവേശം മൂത്തിട്ട് കാലിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാല് ഉപ്പരല്ല ആളാട്ടോ ഇറങ്ങാറോ ഇല്ല എടുക്കാറ്. ഓരോ ഇതട്ടോ ഐസ്. എടാ ഇത്ര തൊട്ട് നമ്മൾ ഐസ് കൊണ്ട് വിചാരിച്ചില്ല. എടാ ഇത് ഐസ് കയ്യാറ ഇട്ടിട്ടേ
എന്തോരെ വിഷയം രാജമായി ഐസ് കേട്ടോ. എന്റെ പോലെ ഇത് അത്ര വിട്ടെന്ന് വിചാരിച്ചില്ല. ഐസ് വിഷയട്ടാ. താങ്ക് യു ബൈ, താങ്ക് യു സോ മച്ച്. ഫോട്ടോ എടുത്തോളി. ഉപ്പരെന്നാ ഈ റൂട്ട് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഒന്നും എടുത്തിട്ടേ വന്നു. ഉപ്പര എക്സ്പീരിയൻസ് ചെയ്യണം ആദ്യമായിട്ട് വന്നു. ഇത് ഭയങ്കര കട്ടൊക്കെ വിചാരിച്ചു, പക്ഷെ ഇത് അങ്ങനല്ല. ഇത് പൊടിയാണ് പൊടി. പക്ഷെ ഭയങ്കര സ്ലിപ്പറാണ്. ഇങ്ങനെ അങ്ങനെ പോവും. അമ്മ സ്ലിപ്പറി പോകണ്ടത്. ഇത്ര വട്ടം ഐസ് കിട്ടുന്ന വിചാരിച്ചില്ല എന്റെ പോലെ. ഇതെന്താ കട്ടായി നിക്കണ അവിടെ റിവറില്. എന്റെ മോനെ വിഷയം. സത്യം പറഞ്ഞ ഒരു എന്താ പറയാ സിനിമാറ്റിക് ഫീലാണ് അവർ അനുഭവിക്കണത്. അക്ഷരങ്ങൾ വരെ മാറിപ്പോണ് പാട്ടിട്ടിട്ട്. എടാ ഈ ഒരു ഇതിന് പറ്റിയ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ എന്താ പറയാ നടക്കണേ. ഇതെന്താ ഐസ് ഉണ്ടാ കട്ട് ഐസ്. ഇത് കുറച്ചുകൂടി ഫ്രഷ് ആവുന്നുണ്ട്. കണ്ട് ഇതെന്താ എന്റെ പോലെ തെറിക്കണ അമ്മാതിരി ഐസ്. എന്താ എന്റെ പോലെ ഐസാണത്. ഇനി നമുക്കൊരു സ്നോഫോൾ കൂടി കിട്ടണം. പിടിച്ചു നിന്നൊക്കെ കിട്ടുന്ന പോലത്തുള്ള ഐസ്. കൈ വരയിക്കണ്. എന്തായാലും നമ്മൾ പറഞ്ഞത് ഒറ്റ മിനിറ്റ് കയറിയിട്ട് പറയാം. ഇപ്പൊ കയറി ഒറ്റ കൈയോടെ കയറാതൊക്കെ പഠിച്ചപ്പോ നമ്മളെ വെള്ളം കുടിക്കട്ടോ. കൈ ആട്ടി പറഞ്ഞാല് നമ്മള് കൈയാട്ടിയ വണ്ടിക്ക് കയ്യും കണക്കൂല. അതിന് മാത്രം വണ്ടിക്ക് നമ്മള് കൈയാട്ടിയാണ്. ഇങ്ങോട്ട് കിട്ടിയത് കണ്ട നല്ലൊരു മുതലിന് എന്റെ ഫോണ് നല്ല വിലന്റെ ഫോണാണ് എന്റേത്. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിണ്ടായിരുന്നു. ഒക്കെ എനിക്ക് അയച്ചാറുണ്ട്. അതെ മൂപ്പർക്കും എന്താ പറയാ ഇൻട്രസ്റ്റ് ആയി. പോന്നിട്ട് ആദ്യമാണ് മൂപ്പര് നല്ല ഫോട്ടോ കിട്ടുന്നത്. അതാണ് സംഭവം. മൂപ്പർക്കും ഇൻട്രസ്റ്റ് ആയി. ഇവരെങ്ങട്ടെ നമ്മോട് ഇങ്ങോട്ട് ചോദിച്ചാണ് ഇവിടെ നിർത്തണം ചോദിച്ചാണ് ഫോട്ടോ എടുക്കാനൊക്കെ. വണ്ടിയിൽ ടൂറൊന്നും ആയിക്കോയി. സത്യം മൂപ്പരെന്തായാലും നല്ല അടിപൊളി മനസ്സിലായി. അയ്യോ പൊളിച്ച് അങ്ങനെ ആഗ്രഹവും സാധിച്ചു ഗൈസ്. എന്തെല്ലാം ആഗ്രഹം കൊണ്ട് അറിയാം. എന്തെല്ലാം ആഗ്രഹങ്ങൾ അറിയും ട്രിപ്പ് കൊണ്ട് സാധിച്ചത്. കൂടുതൽ സമയം നിൽക്കാൻ പാടി നല്ല ഓക്സിജന്റെ കുറവുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും ചാടി കളിച്ചിട്ട് എനിക്കിപ്പോ വലിയ പ്രശ്നം തോന്നില്ല. മേ ബി ഹെൽത്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം. അത് വെച്ച് ഞാൻ അഹങ്കരിക്കണില്ല. എപ്പോഴാ കിടപ്പിലാവും അത് പറയാറ്റില്ല. നാളെ രാത്രി ലേക്ക് പോരുന്ന പറഞ്ഞേ സംഭവം. നമുക്ക് ഇത് ലേക്ക് പോകാൻ അടിച്ചു പൊളിച്ച് പോവാ. പക്ഷെ നമ്മൾ നടന്ന് പോവാന്നുള്ള ആ ഒരു എന്താ പറയാ വീട്ടിൽ പോയിട്ട് ടെന്റ് എടുക്കും. കട്ടാലുപ്സ് പറഞ്ഞാൽ അത്രയ്ക്ക് ഹൊറർ ഫീൽ ചെയ്യുന്ന സ്ഥലമാണ്. എന്താ വെച്ചാല് പ്രാതം ഉണ്ട് അവിടെ. ഒരു വിശ്വാസപ്രകാരം പ്രാതം ഉണ്ട്. ഒരു മനുഷ്യൻ തലയോട്ടി ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ എന്നെ കിട്ടുന്ന വീഡിയോസ് വെയിറ്റിംഗാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലേക്ക് നേരെ പോകാനും പറ്റില്ല. പിന്നെ നമ്മൾ നടന്ന് പോകാന്നുള്ള കോൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ വണ്ടി കയറി പോകാനുള്ള ആ ഒരു ഇടങ്ങാറും. പക്ഷെ വണ്ടി പോവുകയാണെങ്കിൽ അത് വേറെ തന്നെ എക്സ്പീരിയൻസ് ആകരം. ആൻഡ് നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ഈ സർച്ചൊക്കെ ഏകദേശം 20 കിലോമീറ്റർ അടുത്തൊക്കെ ഉണ്ടാവില്ല. 25 സർച്ചു എത്തി. ആ കാണുന്നതാണ് സർച്ചു. അവിടെ കാണിക്കാന്ന് അറിയില്ല. വിഷമം എന്താ വെച്ചാൽ ഇറങ്ങാനായി ഗൈസ്. ഇറങ്ങാൻ തോന്നണേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്.
ഗൈസ് നമ്മളിവിടെ ഇറങ്ങി സർച്ചൂൽ ഇറങ്ങി. അങ്ങനെ ഗൈസ് നമ്മൾ ബായിനെ വിട്ടു പോവുകയാണ് സുഹൃത്തുക്കളെ. तो वापसी में हम आपको फिर मनाली ये करेंगे तो आपका फिर താങ്ക് യു ബൈ. നമ്മളെന്താ പറഞ്ഞാൽ നമ്മൾ ബായിനോട് ബായി നമ്മളെ കൂടെ ലേക്ക് പോരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ട്രെക്ക് ചെയ്യാണ്, ഇനി ഇവിടുന്ന് ട്രക്കിംഗ് ആണ് ഫുള്ള്. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ ശ്രീനഗർ ലേ പോയിട്ട് ശ്രീനഗർ ട്രക്ക് ചെയ്തിട്ട് ശ്രീനഗർ നമ്മൾ ബസ്സിന് തിരിച്ചിട്ട് ലേ വരും. ആ ലേ വരുന്ന സമയത്ത് നമ്മൾ മൂപ്പരെ കോൺടാക്ട് ചെയ്യും. മൂപ്പര് ഇനി മണാലിയിലാണെങ്കിൽ 1-2 ദിവസം അവിടെ വെയിറ്റ് ചെയ്യില്ല. എന്നിട്ട് മൂപ്പരെ കൂടെ ലോറിയിൽ നിന്ന് ലേ മുതൽ മണാലി വരെ നമ്മൾ യാത്ര ചെയ്യൂട്ടാ. ഓക്കെ ബൈ. താങ്ക് യു. അങ്ങനെ നമ്മൾ സർച്ച് എത്തി. ഇനി നാളെയാണ് മറ്റേ ഗട്ടാലിപ്സിനായിട്ട് നടക്കാൻ പോണത്. ഹൊറർ ഇതായിരിക്കും, കഥയാണ്. ഞാൻ അന്ന് നാളത്തെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഗൈസ് ഇതാണ് സർച്ചു മെയിൻ ടൗൺ. ആ മെയിൻ ടൗണിൽ നമുക്ക് കറക്റ്റ് നല്ല കിട്ടില്ല റൂം കിട്ടി. ഇതാ ചെറിയൊരു റൂം, കുട്ടപ്പേര. അതെ, നമ്മൾ പണ്ട് കുട്ടിപ്പേരൊക്കെ ഉണ്ടാക്കി കളിച്ചണ പോലെ അങ്ങനത്തെ ഒരു ചെറിയൊരു റൂം കിട്ടി മക്കളെ. അതും വേറെ 200 റുപ്യക്ക്. ആ ഇതിന് മേലെ ഈ സീറ്റ് ഉണ്ടേ, ഈ സീറ്റ് 200 റുപ്യക്കാണ് നമുക്ക് ഈ റൂം കിട്ടിയത്. അവനെ പൊളിച്ച്. അപ്പോൾ അങ്ങനത്തെ സ്റ്റേ ഇവിടെ പൊളിച്ചിട്ടാ. അങ്ങനെ ഗൈസ് നമ്മളെ ദീദീൻ്റെ ഒരേ കട തന്നെയാണ് ഇത്. ഞാനിവിടെ ഇതാ ബെഡ് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. 200 റുപ്യ ആയിരിക്കും തോന്നണോ ഒരു ബെഡ് സ്പേസിന്. സംഭവം നൈസായിട്ടാണ്. നമ്മൾ വിചാരിച്ചു ഇവിടെ നല്ല എന്താ പറയുക സ്റ്റേക്കൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും വിചാരിച്ചു. പക്ഷേ എല്ലായിടത്തുള്ള റേറ്റ് തന്നെ 200 റുപ്യ. നമ്മൾ ദർശനം 200 റുപ്യക്ക്, ഇവിടെ 200 റുപ്യ. അതും 200 റുപ്യക്ക് നല്ലൊരു പ്രൈവറ്റ് റൂം പോലത്തെ സംഭവം കിട്ടി. അവിടെ ആൾക്കാർ വന്നാൽ നമ്മൾ നീ കൊടുക്കേണ്ടി വരും. ആൾക്കാർ വന്നില്ലെങ്കിൽ നൈസായിട്ട് നമുക്ക് നമ്മളൊരു പ്രൈവസി നമുക്കൊരു റൂം പോലെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ബായി നമ്മളെ പണ്ടിട്ടാ. ബായി അവിടെ വണ്ടി ഇരുത്തി, ഇവിടെ വണ്ടി ഇരുത്തി. ബായി ആദ്യം പറഞ്ഞത് ബായിൻ്റെ അടുത്ത് ടെൻ്റ് അടിക്കാമെന്ന് പറഞ്ഞത്. വെച്ചാൽ ലോറിൻ്റെ അടുത്ത് നമുക്ക് ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് ബായി പറഞ്ഞത്. നമുക്കിങ്ങനെ ഇത്രയും പൈസക്ക് റൂം കിട്ടിയോണ്ട് പിന്നെ പവർ ബാങ്ക് ഒക്കെ ചാർജ് ഫുള്ളാക്കണം. കാരണം ഗട്ടാലിപ്സിക്കാണ് ഇനി പോകാനുള്ളത്. ഗട്ടാലിപ്സ് പറഞ്ഞാൽ ഒരു പ്രേതം ഉണ്ട് അവിടെ, തലയോട്ടിൻ്റെ ഒറിജിനൽ തലയോട്ടിയൊക്കെ ഉണ്ടാവുന്ന അവിടെ ഒരു മനുഷ്യൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ എത്തും പറഞ്ഞിട്ടുണ്ട്. യെസ്. ആൻഡ് വ്ളോഗ് മാഗി കൂടി തിന്നിട്ട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബിക്കോസ് ടു ലെങ്ത്, ഭയങ്കര ലെങ്ത്തായി പോവും. ഇത് നല്ല ലെങ്ത് ആയിട്ടുണ്ടാകും മിക്കവാറും. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡ് എത്തി. മാഗിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. യെസ്, ചൂടാണ്. കിട്ടില്ല മാഗി, കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ ഗൈസ് ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ സ്റ്റേ സർച്ചുവിൽ. നാളെ നമ്മൾ നടക്കുന്നു ഗട്ടാലിപ്സിലോട്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ എൻ്റെ വ്യൂ മാറി എന്താ. ഓക്കെ ഗൈസ്, അപ്പോൾ പീസ് ഔട്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, പീസ്.